السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹപാഠികളെ, 109ാമത്തെ ജംഇന്റെ ക്ലാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സമാൻ, കാലം. കാലത്തെക്കുറിച്ച് എന്ത് നമ്മുടെ ഉസൂലിൽ പറയുന്നു. വസ്സമാനു, കാലം, ഖീല, പറയപ്പെട്ടിട്ടുണ്ട്. ഹുവ, സമാൻ എന്നാൽ ജൗഹർ, അതൊരു ജൗഹറാണ്. ജൗഹർ എന്ന് പറഞ്ഞാൽ ലൈസ ബി ജിസ്മിൻ, ജിസ്മി അല്ല. ജിസ്മല്ല എന്ന് പറഞ്ഞാൽ ആ ലൈസ ബി മുറക്കബിൻ, മറ്റൊന്നും കൂടി ചേർന്നുണ്ടായതല്ല ജൗഹർ. ജൗഹർ ജിസ്മല്ല എന്ന് വെക്കുമ്പോ മുറക്കവുമല്ല. എന്നാ വല ജിസ്മാനിയൻ, ഇന്ന ജിസ്മിൽ ചേർക്കപ്പെട്ടതാണോ, ജിസ്മിലേക്ക് കടക്കോ ഇല്ല. ഐ വല ദാഖിലബിൽ ജിസ്മി, ജിസ്മിൽ കടന്നതുമല്ല, ജിസ്മിലേക്ക് ചേർക്കപ്പെട്ടതുമല്ല, എന്നാ ജിസ്മുമല്ല. അങ്ങനെ വരുമ്പോ പിന്നെന്തായിരിക്കും ജൗഹർ? അപ്പൊ പിന്നെ ജൗഹറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ബി നഫ്സി, അത് തനിയെ നിൽക്കുന്ന ഒന്നാണ്, ഒന്നും കൂടി ചേർന്നില്ല, ഒന്നുമില്ല. മുജറദുൻ അനിൽ മാദ്ദത്തി, ഒരു മാദ്ദയെ തൊട്ട് അത് തനിച്ചതാണ്. മാദ്ദയെ തൊട്ട് തനിച്ച് സ്വന്തം നിൽക്കുന്ന ഒന്നാണ്. മാദ്ദ എന്ന് പറയും ഒരു പദാർത്ഥം അതിന് വേണം, അതില്ല. ഒരു പദാർത്ഥവും ഒന്നുമില്ലാത്ത രൂപത്തിൽ തനിയെ നിൽക്കുന്ന ഒരു സാധനമാണ് ജൗഹർ എന്നാണ് സമാൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം ഒന്ന്. വക്കീല, രണ്ടാമത്തെ അഭിപ്രായം പറയുന്നത് ഫലക്കു മുഅദ്ദലിൻ നഹാർ എന്നാണ്. മുഅദ്ദലിൻ നഹാർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മധ്യരേഖ. അപ്പൊ പകലിന്റെ മധ്യരേഖ, പകല് രാത്രി, അവിടെ രാത്രി എന്ന് കൂട്ടിക്കൊടുക്കണം. ആ രണ്ടും കൂട്ടിക്കൊണ്ടാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ഏതുപോലെ സറാബീലു തഖീകുമുൽ ഹറാം, അയമക്ക് മയത്തൂഫ് അലയുടെ ഉണ്ട്, മയത്തൂഫിനെ കളയപ്പെട്ടതാ, അവിടെ തിരിയും. അതുകൊണ്ട് എന്നതുപോലെയാണ് ഇവിടെ പറഞ്ഞത്. നഹാറിന്റെ മുഅദ്ദല് എന്ന് പറഞ്ഞ രാത്രിയുടെയും പകലിന്റെയും മധ്യരേഖ. ഈ മധ്യരേഖ എന്ന് പറയുമ്പോൾ ആ മധ്യരേഖയിലെ ഒരു മുലാഫട സങ്കല്പിച്ചു കൊടുക്കണം. അപ്പൊ രാത്രിയുടെയും പകലിന്റെയും മധ്യരേഖയുടെ ചലനം, അങ്ങനെ ചലിക്കുന്നൊരു കോളം ആണ് സമാൻ എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാലോ, സറാബീലു തഖീകുമുൽ ഹർറ എന്നിട്ട് ഇവിടെ എന്തുണ്ട്? ഹർറ പറഞ്ഞിട്ടുള്ളൂ, അത് മതി, മറ്റൊരു കിട്ടും. ഒൽ ബർദ, തണുപ്പിനെയും ചൂടിനെയും കാക്കുന്ന സാധനമാണ് സറാബീൽ എന്ന് പറഞ്ഞതുപോലെ മുഅദ്ദലിൻ നഹാർ എന്ന് പറയുമ്പോ തന്നെ വൻ ലൈലി എന്ന് കൂട്ടിക്കൊടുക്കാം, അത് മതി അവിടെ. അതുകൊണ്ടാ ബഹുവ. എന്നാൽ ഈ ഫലക്ക് എന്ന് പറയുമ്പോൾ അതാണല്ലോ സമാൻ. ജിസ്മുൻ, അതൊരു തടിയാ. സുമ്മീത്ത ദാഇറതുഹു, ആ ജിസ്മിന്റെ ദാഇറ. ദാഇറ എന്ന് പറഞ്ഞാൽ മിൻദഖത്തുൽ ബുറൂജി മിൻഹു. ദാഇറത്ത് എന്ന് പറഞ്ഞാൽ വൃത്തം എന്നർത്ഥമുണ്ട്. വൃത്തം, ഒരു വൃത്തം വെക്കും, ഒരു കളം വരച്ചാൽ വൃത്തം. അപ്പൊ മിൻദഖത്ത്, ആ മിൻദഖത്തുൽ ബുറൂജി മിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ആ ഗോളത്തിൽ നിന്ന് ഉള്ള റെയിലിനെ വലയം ചെയ്തത് എന്നാ. അങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദായിറ. ദായിറ എന്ന് പറഞ്ഞാൽ വൃത്തം. അതിന് പേര് വെക്കപ്പെട്ടു ബി മഅദലിൻ നഹാരി, പകലിന്റെ മധ്യരേഖ എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടു. എന്താ കാരണം? ലിതആദുലിൽ ലൈലി വന്നഹാരി ഫി ജമീഇൽ ബിഖാഇ ഇൻദ ഗൗനി ശംസി അലൈഹാ. സൂര്യൻ എല്ലാ നാടുകളിലും മധ്യത്തിലാകുന്ന സമയമുണ്ട്. അങ്ങനെ സമയമാകുന്ന ആ സൂര്യൻ അങ്ങനെ ഒരു എല്ലാ നാടുകളുടെ മേലും ആകുമ്പോൾ ഇസ്തിവാ എന്ന് പറയാം, അഥവാ മധ്യരേഖ. അത് എല്ലാ നാടുകളിലും അങ്ങനെ തന്നെ. ആ എല്ലാ നാടുകളും മധ്യരേഖയുടെ സമയത്ത് രാവും പകലും എന്താ സമമായി വരില്ലേ? അതുകൊണ്ടാണ് പകലിന്റെ മഅദില്, പിന്നെ രാത്രി, ഇങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ അത്യാവശ്യം സ്കൂൾ പോയവർക്കൊക്കെ അറിയാം, സയൻസും ഇതൊക്കെ പഠിച്ച, ശാസ്ത്രമൊക്കെ പഠിച്ചവർക്ക് അറിയാം ഈ സമയത്തെ കുറിച്ച്. അതാണ് ഇവിടെ ചർച്ച ചെയ്യണത്. മോലയമാരിൽ മഅബദി ഓതിയവർക്കും കുറച്ചൊക്കെ അറിയാം. അങ്ങനെ മതി ഇപ്പൊ. അപ്പൊ ഇങ്ങനെയാണ് സമാൻ എന്ന് പറയുന്നു. വക്കീല, മൂന്നാമത്തെ അഭിപ്രായത്തിൽ പറയുന്നത് അറളാണത്. ജിസ്മുമല്ല, ഒന്നുമല്ല, അറള.
അർള് എന്ന് പറയുമ്പോൾ ജിസ്മിൽ നിൽക്കുന്ന ഒന്നാണല്ലോ. ജിസ്മല്ല, ജിസ്മിൽ പെട്ടതല്ല, ജിസ്മിൽ പുതുതായി വന്ന ഒന്ന്. അതാണ് സമാൻ. ജിസ്മ എന്ന് പറഞ്ഞ ശരിയല്ല. അങ്ങനെ ഫഖീല അവ പറയപ്പെട്ടിട്ടുണ്ട്. ജിസ്മ എന്ന് വെക്കുമ്പോ ഫഖീല പറയപ്പെട്ടു. ഹർക്കത്തു മുഅദ്ദലിൻ നഹാരി, പകലിന്റെ മധ്യരേഖ ചലനം. പകലിന്റെ മധ്യരേഖ ചലനം, ആ ചലനത്തിനെ കുറിച്ചാണ് സമയം സമാന് എന്ന് പറയണം. മൂന്നാം കൗല് വഖീല പറയപ്പെട്ടിട്ടുണ്ട് മിഖ്ദാറുൽ ഹർക്കത്തിൽ മദ്കൂറത്തി, ഈ പറയപ്പെട്ട അതായത് മധ്യരേഖ ഗോളം അങ്ങനെ ചലിക്കല്ലേ, അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നൊരു കണക്കുണ്ട്. ആ കണക്ക് എത്രയാണോ അതാണ് സമാൻ, അടക്കം എന്നല്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഇതിലുണ്ട്. ഒമിൻഹും ഇവരെ കൂട്ടത്തിലുണ്ട്, പണ്ഡിതന്മാരെ കൂട്ടത്തിൽ മൻ അബ്ബറ ബി അറക്കത്തിൽ ഫലക്കിയോ മിഖ്താരിയ, അങ്ങനെയുണ്ട്. ഗോളവും ഗോള ചലനവും ആ ചലിക്കുന്നതിന്റെ ടൈമും അതെത്ര വരുമോ അതാണ് സമാൻ എന്ന് അറക്കത്തിൽ ഫലക്കി ഓ മിഖ്താരിയ എന്ന് ഇബാറത്തിട്ട് പറഞ്ഞവരും ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ അഭിപ്രായങ്ങളിൽ വൽ മുഖ്താറു, ബലപ്പെട്ട അഭിപ്രായം എങ്ങനെ വെക്കാം? അന്നഹു സമാൻ മുഖാറനത്തു മുതജദ്ദിദിൻ മൂഹിമിൻ ലി മുതജദ്ദിദിൻ മഅലൂമിൻ, അറിയപ്പെട്ടതായി പുതുതായി ഉണ്ടാവുന്ന ഏതുണ്ടോ അതിനോട് തോന്നിപ്പിക്കുന്ന ഒരു സംഗതി, മുബഹമാക്കി നിൽക്കുന്ന തിരിയാത്ത ഒരു പുതുതായ സംഗതി അന്വരിച്ചു വരിക, ഇതാണ് സമാൻ. ഇവിടെ അറിയപ്പെട്ട സംഗതി അത് മാറി പുതുതായി വന്നു. അങ്ങനെ പുതുതായി വരുമ്പോ ആ മുത്തജദ്ദിദിനോട് ഇവിടെ തിരിയാത്തൊരു പുതിയതായി ഒന്ന് വരിക, അത് അതിനോട് അന്വരിച്ച് വരിക. എന്തിനാണത്? ഇസാലത്തുൽ ഇബ്ഹാമി മിനൽ അവ്വലി, തോന്നിപ്പിക്കുന്ന മുത്തജദ്ദിദ് ഉണ്ടല്ലോ അതാണ് അവ്വല്. ആ അവ്വലിൽ നിന്ന് മുബഹമായത് ഏതോ അതിനെ നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്വരിച്ചത്. അതെങ്ങനെയാ? ബി മുഖാറനത്തിഹി ലിസാനി, ഈ ആദ്യത്തേത് രണ്ടാമത്തതിനോട് അന്വരിച്ച് വരിക. ഈ അന്വരിച്ച് വരൽ കൊണ്ടായിരിക്കും ആ മുബഹമ തീരുക. ആ മുബഹമാക്കുന്നത് ഏതോ അത് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന ഒരു സംഗതി ആ മുഖാറനത്ത്, ഇതൊരു സമാനാണ്. ഇങ്ങനെ വരിക. അപ്പൊ അവിടെ അറിയപ്പെട്ട ടൈം അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിയാത്ത ടൈമിൽ വരിക, അന്വരിച്ച് വരുമ്പോ ഇങ്ങനെ പോവുക, കറങ്ങി കറങ്ങി സൂചിക കറങ്ങൂലെ, അങ്ങനെ കൂട്ടി നമുക്ക് കറങ്ങുമ്പോ അവിടെ എത്തുമ്പോ ആ സമയത്ത് നമ്മൾ പറയുമല്ലോ എന്നാ മാറി. കമാബി ആത്തിക്ക ഇന്ത തുലുവായി ശംശി, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിനക്ക് വരുന്നതിലുള്ളതുപോലെ സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായി ആ ഉദിച്ചത് പറയുക. ഇനി അതവിടെ കഴിഞ്ഞിട്ട് ഒരു തിരിയാത്തത്, ഒരു ഇനി വരുന്നത് തിരിയാത്ത ഒന്നായിരിക്കും, അത് അതിനോട് അന്വരിച്ച് വരുന്നു. ഇങ്ങനെ വരുമ്പോ ഈ തിരിയാത്തത് ഇതിനോട് അന്വരിക്കുമ്പോൾ അത് തിരിഞ്ഞു പോകും, മനസ്സിലായിപ്പോവും. ഇങ്ങനെ അന്വരിച്ച് വരികയാണ്. 1, 2, 3, 4 ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ അന്വരിച്ച് വരിക ഇതാകുന്നു സമാൻ. എങ്കിലും ഹാദാ ഖൗൽ മുത്തകല്ലിമീന, വിശ്വാസകാരൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഖൗലാണ് ഈ പറഞ്ഞത്. വൽ അഖ്വാലു ഖൗബലഹു, ഈ മുഖ്താറിന് മുമ്പ് പറഞ്ഞ ഖൗലൊക്കെ ഹുക്കമായി, അത് ശാസ്ത്രഗോളം പരിചയമുള്ള ആളുകൾക്കുള്ള വാക്കുകൾ പറഞ്ഞതാ. വയംതനിയോ, അപ്പൊ സമാനെ കുറിച്ചുള്ള ചർച്ച അങ്ങനെയാണ്. മുഖ്താർ ഇങ്ങനെ വെക്കുക. വയംതനിയോ തദാഖുലുൽ അജ്സാമി, ജിസ്മുകൾ എന്താവുക? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രവേശിക്കുക എന്നുള്ളത് ഉണ്ടാവൂല. ഐ ദുഖൂലു ബഅലിഹാ ഫീ ബഅലിൻ, ചില ജിസ്മുകൾ ചിലതിൽ പ്രവേശിക്കുക. അലാ വജിഹിൻ നുഫൂദി ഫീഹി, ഏത് വജിഹ് പ്രകാരം? ഈ ചിലത് ആ ചിലതിൽ നടപ്പാവുക, നടപ്പായി പോകുക. വൽ മുലാഖാത്തി ലഹു ബി അസ്രിഹി മിൻ ഗൈരി സിയാദത്തിൻ ഫിൽ ഹജ്മി, വണ്ണത്തിൽ കൂടുതൽ ആവാതെ, വണ്ണത്തിൽ കൂടുതൽ ആവാതെ എന്താവുക? പ്രവേശിക്കുക, അതുണ്ടാവില്ല. അപ്പോ ഒരു ജിസ്മ് ഫുള്ളായിട്ട് മറ്റൊന്നിൽ കണ്ടുമുട്ടുക, മറ്റൊന്നിലൂടെ നടപ്പാവുക എന്നത് മുഖാന്തരം ജിസ്മുകൾ പരസ്പരം തമ്മിൽ പ്രവേശനമില്ല. പ്രവേശനമില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? സിയാദത്തില്ലാതെ പ്രവേശനമില്ല. അവ ഒന്ന് സിയാദത്ത് വരണം. സിയാദത്ത് ഉണ്ടെങ്കിൽ ഉണ്ട്, സിയാദത്ത് ഇല്ലെങ്കിൽ ഇല്ല. വംതിനാദാലിക, ഇങ്ങനെ പ്രവേശിക്കൽ ഇല്ല എന്നല്ല, പരസ്പരം അത് മുക്തനി ആയത് ലിമാ ഫീഹി, അതിലുള്ള ഒന്നുകൊണ്ട്. എന്താണത്? മിൻ മുസാവാത്തിൽ കുല്ലിൽ ജുസ്ഇ ഫിൽ മുഅളമി, വണ്ണത്തിൽ നോക്കുമ്പോ ജുസും കുല്ലും സമ്മായിട്ട് വരില്ലേ, പരസ്പരം അത് കടക്കുന്നുണ്ടെന്ന് വന്നാൽ. അപ്പൊ കുല്ല് വണ്ണം കൂടിയതും ജുസു കുറച്ചല്ലേ വരേണ്ടത്, അപ്പൊ സമമാകാൻ പാടില്ല. അതാണ് കാരണം.
ആ സമമായി വരിക എന്നുള്ളത് കൊണ്ടാണ് തദാഖുലില്ല, ജിസ്മുൽ പരസ്പരം പ്രവേശിക്കലില്ല എന്ന് പറഞ്ഞത്. വയംതനിയോ ഖുലൂവിൽ ജൗഹരി, ഇനി ജൗഹറു എന്ന് പറയുന്ന സാധനം വഴിവാവൽ മുംതനി ആണ്, മുഫ്രദങ്കാന ഔ മുറക്കബൻ. ജൗഹർ മുഫ്രദാവട്ടെ അല്ലെങ്കിൽ മുറക്കബാവട്ടെ. മുഫ്രദാക എന്ന് പറയും മുറക്കബല്ല, ജിസ്മല്ല, ജിസ്മാവും മുറക്കബാവും. ഇങ്ങനെ ഏത് വന്നാലും വേണ്ടില്ല, ഈ ജൗഹർ ഒഴിവാവുക എന്നുള്ളത് ഉണ്ടാവൂല, അത് മുംതനി ആണ്. അൻ ജമീഅൽ അഅറാദി, അതിന് എല്ലാ അഅറാദുകളെ തൊട്ടും ഒഴിവായി നിൽക്കുക എന്നുള്ളത് ഇല്ല. അപ്പൊ ഔറാദുകളെ തൊട്ട് ഒഴിവാവുക എന്നുള്ള പരിപാടി ജൗഹറിന് ഇല്ല, ഔറാദുകൾ വേണം. കാരണം അന്നഹു യഖൂമു ബിനഫ്സി ബിഖിലാഫിഹാ, സ്വന്തം ജൗഹർ നിൽക്കുക എന്നുള്ളത് ജൗഹർ സ്വന്തം നിൽക്കുന്നതാണല്ലോ. ബിഖിലാഫിഹ, അഅറാദുകൾക്കെതിരെ. അപ്പൊ അഅറാദുകൾ ഉണ്ടാകുമ്പോഴല്ലേ, അഅറാദ് തനിച്ച് നിൽക്കൂലല്ലോ, ഇല്ല. അപ്പൊ അഅറാദുകൾ വേണം ജൗഹറിന്, അതുകൊണ്ടാണ്. വൽ അബ്ആദു, അബ്ആദുകളാകുന്നത്, അബ്ആദുൽ ജൗഹരി, ജൗഹറിനുള്ള അബ്ആദ്, ഇതിന്റെ അമ്മൽ അബ്ആദ്. എന്താണ് ഈ അബ്ആദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിനത്തൂലി വൽ അറളി വൽ ഉംഖി, ആഴം, നീളം, വീതി. അത് ഏത് തടിക്ക് നോക്കിയാലും ഉണ്ടാവുമല്ലോ. ഇതാണ് അബ്ആദുകൾ. ഈ അബ്ആദുകളാകുന്നത് മുതനാഹിയത്തുൻ ലഹാ, അതിനെന്താണ് അബ്ആദുകൾക്ക് അറ്റമാവലുണ്ട് എന്ന് പറഞ്ഞാൽ ലഹാവകൾക്കുണ്ട് ഹുദൂദുൻ, ഒരു അതിർത്തികളുണ്ട്. തന്തഹി ഇലൈഹ, അബ്ആദുകൾ അതിലെ ആ അതിർത്തികളിലേക്കാണ് അറ്റമാവുക. അങ്ങനെ അറ്റമാകാൻ പറ്റുന്ന ഒരു തരം അബ്ആദുകൾ ഉണ്ട്. അപ്പൊ അബ്ആദുകൾക്ക് അറ്റമുണ്ട് എന്നർത്ഥം, അറ്റമില്ലാതെ പോവുകയല്ല. വൽ മഅലൂലു, ഇല്ലത്താക്കപ്പെട്ട സാധനം. കാലൽ അക്തറു, അധിക പണ്ഡിതന്മാരും പറയുന്നു, യുഖാരിനു ഇല്ലത്തുഹു, മഅലൂലിന്റെ ഇല്ലത്തിനോട് അന്വരിച്ചു വരും. ഇല്ലത്തുണ്ടാവും, അവിടെ മഅലൂലുണ്ട്. മഅലൂലുണ്ടാവുമ്പോ ഇല്ലത്തുണ്ട്, അങ്ങനെ അന്വരിക്കലുണ്ട്. സമാനൻ അഖലിയ, ആ മഅലൂല് എന്തായിക്കോട്ടെ, അഖലിയായ സമാനാവട്ടെ, അഖലിയത്തങ്കാലത്ത് സമാനൻ, സമാനിലാണ് അന്വരിച്ചു വരിക. അപ്പൊ സമാൻ ഇല്ലത്തുണ്ടാകുമ്പോൾ മഅലൂലുണ്ടാവും സമാനം. ഈ സമാനം നിലക്ക് ഇല്ലത്തിനോട് മഅലൂൽ അന്വരിക്കുമെന്ന് അക്തർ പറയുന്നു. ഇവിടെ ഇല്ലത്ത് അഖലിയത്തൻ കാലത്ത് ഔ വലയ്യത്തൻ, അഖലിയാവട്ടെ വലയ്യത്താവട്ടെ. അഖലിയത്ത് എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി പറഞ്ഞ ഹർക്കത്തുൽ അസ്ബഇ, ഇല്ലത്തുൽ ഹർക്കത്തുൽ ഖാതമീന, കയ്യിലിട്ടതായിരിക്കുന്ന മോതിരം അനങ്ങൽ അപ്പള തനിയെ അനങ്ങൂലല്ലോ, വിരലനക്കണ്ടേ. വിരലനക്കുക എന്നുള്ളത് മോതിരം അനക്കത്തിനുള്ളൊരു ഇല്ലത്താ, അത് അഖലിയായ ഒരു തെളിവാണ്. അല്ലെങ്കിൽ വലയ്യത്തായാലും വേണ്ടില്ല. അത് വലു ഇപ്പൊ എങ്ങനെയെന്ന് ചോദിച്ചാല്, കള്ള് ഹറാമാവാനുള്ള ഇല്ലത്തെന്താ, ഇസ്കാറല്ലേ, അത് ശറഈ വെച്ചതാ, ബുദ്ധിയല്ല എന്നതുപോലെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇങ്ങനെ അഖലിയായാലും വേണ്ടില്ല, വലയ്യായാലും വേണ്ടില്ല, മഅലൂൽ ഇല്ലത്തിനോട് അന്വരിച്ചു വരുന്നു. എന്താ അക്തർ പറഞ്ഞത്. വൽ മുഖ്താറോ, ഇവിടെ വിലപ്പെട്ട അഭിപ്രായം പറഞ്ഞാല് ഈ മുഖ്താർ തന്നെ വിഫാഖൽ ഷെയ്ഖുൽ ഇമാമി വാലിദിൽ മുസന്നിഫി, മുസന്നിഫ് അവരുടെ പിതാവായ ഷെയ്ഖുൽ ഇമാമിനോട് യോജിച്ചിട്ടാണ്. മൂപ്പര് പറയുന്നത് യഖ്ബുഹ, ഇല്ലത്തിന് ഉടനെയായിട്ട് വരും മഅലൂൽ, അന്വരിക്കുക എന്നുള്ളതല്ല. ഇല്ലത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ വരും മഅലൂൽ മുത്ലഖൻ. മുത്ലഖൻ എന്ന് പറഞ്ഞാൽ അഖലിയായാലും വേണ്ടില്ല, വലയ്യായാലും വേണ്ടില്ല. ഫസാലിസുഹ, രണ്ട് അഭിപ്രായം ഇവിടെ കഴിഞ്ഞു, മുഖ്താറും കഴിഞ്ഞു, അക്തറും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ഖൗല് പറയുന്നത് യഖ്ബുഹ, ആ ഇല്ലത്തിന് മഅലൂൽ ഉടനെയാവും. എപ്പോ? ഇൻകാനത്ത് വലയ്യത്തൻ, ശറഈ നിശ്ചയിച്ചതായിരിക്കുന്ന ഇല്ലത്താണെങ്കിൽ ഉടനെ വരും. ലാ അഖലിയത്തൻ, അഖലിയായ നിലക്ക് ഉടനെയാവുകയില്ല. അഖലിയാവുകയാണെങ്കിൽ യുഖാരിനുഹ, അന്വരിച്ചു വരും. ഇങ്ങനെയാണ് മൂന്നാം ഖൗല് ഖൈദോടുകൂടിയേ പറയുന്നത്. അക്തർ മുഖാർനത്ത് പറഞ്ഞു, മുഖ്താർ ഷെയ്ഖ് ഇമാം അവരോട് ചോദിച്ചു, മുഖ്താർ ഉടനെയാവുക മുത്തലഖ് എന്നും പറഞ്ഞു. അവിടെ വിഷയം തീർന്നു. അമ്മ തറത്തുബ്, അപ്പോൾ തറത്തുബ് എന്ന് പറഞ്ഞാൽ എന്തായ, തറത്തുബുൽ മഅലൂലി അൽ ഇല്ലത്തി, ഇല്ലത്ത് ഉണ്ടാകുമ്പോ അതിനാൽ തുടർന്ന് വരും എന്നല്ലേ. ഈ ഒരു തറത്തുബ് റുതുബത്തുൻ, അതൊരു സ്ഥാനമാണ്. റുതുബത്തൻ, സ്ഥാനത്താൽ, അങ്ങനെ റുതുബത്തൻ സ്ഥാനത്താൽ ഇല്ലത്തിന്റെ മേൽ മഅലൂൽ തറത്തുബായി വരിക എന്നുള്ളത് ഫവിഫാഖുൻ, അത് യോജിച്ചതാണ്, അതിന് വിഫാഖാണെന്ന് പറയുക. അപ്പൊ ഇല്ലത്ത് വന്ന അതിനാൽ തറത്തുബായിട്ട് വരുമ്പോൾ അതൊരു സ്ഥാനമാണ്. അങ്ങനെ വരുമ്പോ ഇല്ലത്തും മഅലൂൽ യോജിച്ചു എന്ന് പറയാം, അത് വിഫാഖായി.
ഇനി ലദ്ദത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, രസം. ലദ്ദത്തു ദുന്യവിയ, ദുന്യാവിൽ പല രസങ്ങളും ഉണ്ടല്ലോ. എന്താ രസം? വഹിയ, അത് ബദീഗീയത്തുൻ, അതെല്ലാവർക്കും തിരിയുന്ന ഒന്നല്ലേ രസം എന്ന് പറയുന്നത്. ഹസറഖുൽ ഇമാം റാസി വ ശൈഖുൽ ഇമാം വാലിദുൽ മുസന്നിഫി, മുസന്നിഫിന്റെ പിതാവായ റളിയല്ലാഹു അൻഹു ശൈഖുൽ ഇമാം അവറുകളും ഇമാം റാസിയും തങ്ങള് ലദ്ദത്ത് എന്നതിനെ ഹസ്റാക്കി വെച്ചു പറഞ്ഞാൽ തിട്ടപ്പെടുത്തി ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട്. എവിടെ? ബിൽ മആരിഫി, മഅരിഫകളിൽ എന്ന് പറഞ്ഞാൽ ഐ മാ യുറഫു, മനസ്സിലാക്കപ്പെടാൻ പറ്റുന്ന ഒന്നിൽ എന്ന് പറഞ്ഞാൽ ഇദ്റാക്ക് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒന്നിൽ, കണ്ടെത്താൻ പറ്റുന്ന ഒന്നിൽ ആണ് ലദ്ദത്തുണ്ടാവുക എന്നതാണ്. കാല, ഈ രണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു, വമാ യുതവഹമു, ഊഹിക്കപ്പെടുന്ന ഒന്ന് എന്നല്ല അർത്ഥം. പിന്നെന്താണ് അർത്ഥം വെക്കേണ്ടത്? ഐ യഖഉ ഫിൽ വഹ്മി, വഹുമിൽ സംഭവിക്കുന്ന ഒന്ന്. വഹുമിന്റെ അർത്ഥം എന്തായ? ദിഹിനി, ഹൃദയം എന്നായ അർത്ഥം. അപ്പൊ അങ്ങനെയുണ്ട്. ഊഹത്തിൽ സംഭവിക്കുക എന്നല്ല, അങ്കിൽ ഊഹിക്കപ്പെടുന്ന ഒന്ന് എന്നല്ല. വമായത്തവക്കുമൻ അങ്ങനെ അർത്ഥം വരാലോ. അതുകൊണ്ട് യഖഉ ഫിൽ വഹ്മി, വഹുമിന് അർത്ഥം ഊഹന എന്നുണ്ടല്ലോ, അതർത്ഥം വെക്കേണ്ട ഈ ദിഹിനി എന്നാണ്. ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒന്ന് എന്നർത്ഥം. അതെന്തിനാലാണ്? മിൻ ലദ്ദത്തിൻ, രസത്തിനാൽ. അത് ഹിസ്സിയത്തൻ, ഹിസ്സിയാവട്ടെ രസം. ഹിസ്സി എന്ന് പറഞ്ഞാൽ അനുഭവം, യഥാർത്ഥം. ഏതുപോലെ? ഖളാഇ ശഹവത്തിൽ ബത്നി വൽ ഫർജി, മനുഷ്യന് രണ്ട് അവയവം, സ്വർഗത്തുക്കും നരകത്തുക്കും കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട അവയവമാണല്ലോ വയറ്, ഫർജ്. കുഹ്യസ്ഥാനത്തിന്റെയും വയറിന്റെയും വികാരത്തെ വീട്ടും പോലെ. വയറിന്റെ വികാരം എന്താണ്? വിശപ്പ് മാറ്റുക, അതിനിങ്ങനെ തിന്നാൻ കൊടുക്കുക. ഫർജിന്റെ വികാരം എന്താണ്? ഒരു ഇണയെ തേടിക്കൊണ്ട് ചെയ്യുക. ഇത് രണ്ടും വീട്ടുക എന്നുള്ള ഹിസ്സിയല്ല, അനുഭവമാണല്ലോ, യഥാർത്ഥമാണല്ലോ. ഇങ്ങനെ രസം. അതുപോലെ തന്നെ ഖയാലിയത്തൻ, അല്ലെങ്കിൽ തോന്നലായിരിക്കും. ഹിസ്സിയാവുല, ഖയാലി. അത് ഏതുപോലെ? ഹുബ്ബുൽ ഇസ്തിഅലാഇ വർ റിയാസത്തി, മേലയാവലിനെ തേടുക, നേതാവിത്വം തേടുക, അതിനൊക്കെ ഇഷ്ടം വെക്കുക. അതിപ്പോ ഖയാലിയാണ്. ഹുവ, അങ്ങനെ വരുമ്പോൾ ഈ ഹുബ് ദഫ്അ ആലാമിൻ, അഥവാ ഹൃദയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രസങ്ങളും ഖയാലി ആയാലും പാടില്ല, ഹിസ്സി ആയാലും പാടില്ല. ഇത് ദഫ്അ ആലാമിൻ, ഓരോ വേദനകളുണ്ട്, അത്തരം വേദനകളെ തടുക്കുക എന്നുള്ളതാണ് എന്നാ പറയുന്നത്. ഫലദത്തുൽ അക്ലി, അപ്പൊ തീറ്റ കൊണ്ടുണ്ടാകുന്ന രസം, വസ്സുർബി, കുടിക്കൽ കൊണ്ടുണ്ടാകുന്ന രസം, വൽ ജിമായി, ബന്ധപ്പെടൽ കൊണ്ടുണ്ടാകുന്ന രസം, ദഫു അലമിൽ ജൂഇ, വിശപ്പിന്റെ വേദന അകറ്റുക എന്നുള്ളതാണ് തീറ്റാറിന്റെ രസം. വൽ അത്ഷ്, ദാഹത്തിന്റെ വേദന അകറ്റുക എന്നുള്ളതാണ് കുടിയുടെ അഥവാ പാനം ചെയ്യുന്നതിന്റെ രസം. വദഅതുൽ മനീലി ഔഇയതിഹി, മനി ഇന്ദ്രിയം സൂക്ഷിച്ചു വെച്ചല്ലോ, ആ സൂക്ഷിച്ചു വെച്ചതായിരിക്കുന്ന ആ സ്ഥലത്ത് ഇന്ദ്രിയത്തെ ഒന്ന് ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ് ജിമാഅ് ചെയ്യൽ കൊണ്ടുള്ളതായ രസം. ജിമാഅ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും മനിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ ലദ്ദത്തുൽ ഇസ്തിഇലാഇ വർ റിയാസത്തി, നേതാവുക, ഉയർന്നവനായി സ്ഥാനം കിട്ടാൻ വേണ്ടി മോഹിക്കുക എന്ന രസം. അതൊക്കെ രസമാണ്. അതൊക്കെ ഒരു മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന രസങ്ങളാണ്. ആ രസം അലമിൽ ഖഹരി വൽ ഗലബത്തി, വിജയിക്കുക, അടക്കി വരിക്കുക എന്നൊരു വേദന ഉണ്ട്. അതിനെ തടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇസ്തിഇലാഉം റിയാസത്തും എന്നാണ് രണ്ട് ഇമാമിങ്ങളും പറഞ്ഞത്. അപ്പൊ അതല്ലാത്ത ബദീഹിയായി നിൽക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് മആരിഫിലുണ്ടാകുന്നത്. മറ്റൊക്കെ ഹൃദയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രസങ്ങളാണ്. പിന്നെ വഖാല ഇബ്നു സക്കരിയ ത്വബീബ് എന്ന് പറയുന്ന മഹാനബറുകൾ പറയുന്നു, ഹിയ ലദ്ദത്തി എന്ന് പറഞ്ഞാൽ മൂപ്പര അഭിപ്രായം അൽ ഖലാസു മിനൽ അലമി, എന്തെല്ലാം വേദന കണ്ടോ അതിനെ തൊട്ടൊക്കെ രസം ഉണ്ടാവുക എന്നല്ല, തടുക്കുക എന്നല്ല, രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതെങ്ങനെ? ആ വേദനയെ തടുക്കൽ കൊണ്ട് രക്ഷപ്പെടുക. കമാ തഖദ്ദമ, മുമ്പ് വിഷയങ്ങൾ പറഞ്ഞല്ലോ അതുപോലെ. എന്നാൽ മൂപ്പര് പറഞ്ഞതിനെ വറുദ്ദ, തട്ടപ്പെട്ട് കഴിഞ്ഞു. ബി അന്നഹു, നിശ്ചയമായിട്ടും ആ രക്ഷപ്പെടല് ഖദി യൽതദു, ചിലപ്പോൾ ഉണ്ടാകുമല്ലോ, ബി ഷൈഇൻ, ഒരു വസ്തു കൊണ്ട് രസിക്കലുണ്ടാവും. മിൻ ഗൈരി സബിഖി അലമി ബിളിദ്ദിഹി, ഒരു വേദന അതിന്റെ നേരെ എതിരുകൊണ്ട് മുൻകടന്നിട്ടില്ല, മുൻകടക്കൽ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും? ഒരു വസ്തു കൊണ്ട് രസിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇങ്ങനെ വേദനയെ തൊട്ട് രക്ഷപ്പെടുക എന്നുള്ളൊരു വേദന ഉണ്ടാവില്ല. മുമ്പൊരു വേദന ഉണ്ടായെങ്കിലല്ലേ പിന്നെ രക്ഷപ്പെടുന്ന രസം ഉണ്ടാവുക. ആദ്യം തന്നെ രസിക്കലുണ്ട്, വേദന ഇല്ല. അതിന് ഉദാഹരണം പറയാം.
ഗമൻ വഖഫ അലാ മസ്അലതി ഇൽമിൻ, ഒരു അറിവ് സംബന്ധമായ ഒരു മസ്അലിന്റെ മേൽ നിന്നു, അല്ലെങ്കിൽ ഗഞ്ച് മാലിൻ, അല്ലെങ്കിൽ ഒരു മുതലിനെ സൂക്ഷിച്ചു വെക്കുക എന്നതിന്റെ മേൽ നിന്നു. പൂജ്യത്തിന് പെട്ടെന്നാണ്. മിൻ ഗൈരി ഖുതൂരിഹിമ ബിൽ ബാലി, ഹൃദയത്തിൽ അങ്ങനെ ആ രണ്ട് കാര്യം എന്താണ് ഉദിക്കുക പോലും ചെയ്യാതെ, അങ്ങനെ പറയല്ലോ, മനസ്സിൽ വിചാരിക്കാത്തത് പോലും സംഭവിച്ചു എന്ന്. അപ്പൊ അയാൾക്കൊരു മസ്അല സംബന്ധമായ കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നു. അതാണ് മനസ്സിലില്ലായിരുന്നു, ആളങ്ങനെ ഊഹിച്ചിട്ടല്ല, പക്ഷെ വേണ്ടി വന്നു. അതുപോലെ സമ്പത്തിനെ കാക്കുക എന്നൊരു തീരുമാനം അയാൾക്കില്ല, മനസ്സിൽ അങ്ങനെ ഒന്നില്ലായിരുന്നു, അതങ്ങനെ പെട്ടെന്ന് കിട്ടിപ്പോയി. ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു വേദന മുൻകടന്നിട്ടില്ല, മനസ്സിൽ ഉദിച്ചിട്ടുമില്ല രണ്ട് കാര്യം. പിന്നെ അലമു തസവുഖ് ഇലൈഹിമ, ഇത്തരം രണ്ട് കാര്യത്തിലേക്കുള്ളതായ ഒരാഗ്രഹം പോലും അതാണുള്ള വേദന, ആ ആഗ്രഹിക്കുന്ന ഒരു വേദന പോലും മുൻകൂട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത വിധത്തിൽ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന രസം ഉണ്ടാവാലോ, അപ്പൊ കിട്ടുമ്പോ രസം ഉണ്ടായില്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ വേദന ഉണ്ടായിട്ട് പിന്നെ അതിനെ തൊട്ട് തടുത്ത് രക്ഷപ്പെടുക എന്നുള്ളത് നടക്കണില്ല, ഇങ്ങനെ വരാം. എങ്കിൽ വക്കീല മറ്റൊരു അഭിപ്രായം പറയപ്പെട്ടിട്ടുണ്ട്. ഹിയാരദത്ത് എന്ന് പറഞ്ഞാൽ ഇദ്റാകുൽ മുലായിമി, പ്രകൃതിയോട് എന്താണോ യോജിച്ചത് ആ യോജിച്ചതിനെ എത്തിക്കുക എന്നുള്ളതാണ്. മിന്നയത്തുൽ മുലാഅമ, മുലാമത്ത് യോജിക്കുക എന്ന നിലപാടിലൂടെ എന്താണോ ശരീരത്തിന്റെ പ്രകൃതിയോട് യോജിച്ചത് അതുണ്ടാക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ശരീരത്തിന്റെ ഇച്ഛകള് അലച്ചകളൊക്കെ ഉണ്ടാകുമല്ലോ, അതിങ്ങനെ അനുഭവിക്കുക, അതിന് വേണ്ടത് കൊടുത്തുകൊണ്ട് അതിനോട് യോജിച്ചത് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുക, അത് രസമാണല്ലോ. പലവിധ രസങ്ങളും ഉണ്ടാവാം. അപ്പൊ ലതത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ചർച്ച. എന്നാൽ ഇതിന് ഹക്ക് നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? അൽ ഹക്ക് യഥാർത്ഥം പറഞ്ഞാല് അന്നൽ ഇദ്റാക്ക മൽസൂമുഹ, ഇവിടെ ഇദ്റാക്ക് ചെയ്യപ്പെടുന്ന സംഗതി മുലായിമയാൽ എന്താണോ മൽസൂമായി വരുന്നത്, മുലായിമ ലാസിമാണ്. അതിനാൽ മൽസൂമായ ലാസിമാക്കപ്പെടുന്ന ഏതൊരു കാര്യമാണോ അതാണ് ഇവിടെ എത്തിക്കുന്നത്, മുലായിമയല്ല. ലാഹിയ മുലായിമകളല്ല, അതിന്റെ മൽസൂമിനെയാണെന്ന്. വയുഖാബിലുഹ അൽ അലമു, ഈ മുലായിമയോട് അലമ് എന്നതിനെ നേരിടിക്കപ്പെടും. മൂന്ന് അഭിപ്രായം വെച്ച് വെക്കുക. അങ്ങനെ വരുമ്പോൾ പൊഹുമ, അപ്പോൾ ഈ അലമ് അലൽ അഖീർ, അവസാനം പറഞ്ഞ അഭിപ്രായ പ്രകാരം അലമി എന്നുള്ളത് ഇദ്റാഖു വൈറൽ മലായിമി, മലായിം ഇവിടെ യോജിച്ചെന്ന് പറഞ്ഞല്ലോ, ആ ശരീരപ്രകൃതിയോട് യോജിച്ചവകൾ ഏതോ അതല്ലാത്ത ഒന്നിനെ ഇദ്റാഖ് ചെയ്യലാകുന്നു അലമ്. നീ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, മനസ്സിന്റെ അകത്തളത്തിൽ തസവുറാക്കുക, രൂപപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത്. ഇമ്മാ വാജിബുൻ, അതൊന്നിരിക്കൽ വാജിബായിരിക്കും. ഔ മുംതനിഉൻ, അല്ലെങ്കിൽ സംഭവിക്കാൻ പറ്റൂല. ഔ മുംകിനുൻ, അല്ലെങ്കിൽ വുജൂദും അദമും സമമായിട്ട് നിൽക്കുക. കാരണം അന്നദാത്തഹു അയൽ മുത്തസവ്വരി, അന്നദാത്തഹു എന്ന് പറഞ്ഞാൽ മുത്തസവ്വരി, തസവുറാക്കപ്പെടുന്ന വസ്തുവിന്റെ ദാത്ത് ഇമ്മായിൻ തഖ്തളിയ വുജൂദഹു, ഒന്നിരിക്കൽ ആ ദാത്ത് എന്താകുന്നു, അത് ഉണ്ടാവലിനെ തേടുന്നു. ഫിൽ ഖാരിജി, യഥാർത്ഥത്തിൽ പുറത്തതിനെ ഉണ്ടാവലിനെ തേടുന്നു. അവ അദമുഹു, അല്ലെങ്കിൽ ഖാരിജിൽ അത് ഇല്ലാതിരിക്കലിനെ തേടുന്നു. ഔലാ തഖ്ലി ഷൈഅൻ, അല്ലെങ്കിൽ അദമിനെയോ ഖാരിജിനെ വുജൂദിനെയോ രണ്ടിനെയും തേടുന്നില്ല. ഇങ്ങനെ വരാലോ. മീ വുജൂദി അദമിഹി, ആ ദാത്ത് ഉണ്ടാവുക ഇല്ലാതിരിക്കുക എന്ന ഒന്നിനെയും തേടുന്നുമില്ല. ഇങ്ങനെ വരാമല്ലോ. ഇങ്ങനെ വരുമ്പോൾ വല്ലവ്വലു, അപ്പോൾ ആദ്യം പറഞ്ഞത് ഏതാദ്യം പറഞ്ഞത്? മനസ്സിന്റെ അകത്തളത്തിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം വുജൂദിനെ തേടുന്നു എന്ന് വന്നാൽ അതിൽ വാജിബാണ്. വസ്താനി, രണ്ടാമത്തേത് എന്ത്? അദമിനെ തേടുന്നു, അത് മുംതനിയാണ്. വസ്സാലിസു, മൂന്നാമത്തേത് മുംകിനും, വുജൂദ് അദം ഇവ രണ്ടെന്നും ഒന്നിനെയും തേടുന്നില്ല, അത് മുംകിനാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവകളെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞു. ഈ ഒരു കാര്യങ്ങള് ഒരു മനുഷ്യനെ കുറിച്ച് പഠിക്കാം, അറിയാം. ഇനി അറിഞ്ഞില്ലെങ്കിൽ വിശ്വാസപരമായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നില്ല, അറിഞ്ഞിരിക്കൽ നല്ലതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്നർത്ഥം. ഇനി നമുക്ക് ഈ കിതാബ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഖാത്തിമത്തുൻ, ഇതൊരു അവസാനമാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. ഫീമ യുദ്ക്കറു, പറയപ്പെടുന്ന ചില കാര്യങ്ങൾ. ഖാത്തിമ, എന്താ പറയപ്പെടുന്നത്? മിൻ മവാദി തസവുഫിൽ മുസ്ഫി ബിൽ ഖുലൂബി
ഹൃദയങ്ങളൊക്കെ കടഞ്ഞു തെളിച്ച് ശുദ്ധമാക്കിയെടുക്കുന്ന തസവുഫ്, അത്തരം തസവുവിന്റെ തുടക്കങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വഹുവ, ഈ തസവുഫ് എന്ന് പറയുന്നത് കമാഖാൽ ഗസാലിയു, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പറയാൻ നമുക്ക്. തസവുഫ് എന്ന് പറഞ്ഞാൽ തജ്രീദുൽ ഖൽബി ലില്ലാഹി തആല, അല്ലാഹുവിലേക്ക് ഹൃദയത്തെ തരിപ്പിച്ചു നിർത്തുക, വേറെ എവിടേക്കും ചിന്ത കൊടുക്കുന്നില്ല. വഹ്തിഖാറു മാ സിവാഹു, അല്ലാഹയല്ലാത്ത ഏതെല്ലാം മറ്റു വസ്തുക്കളുണ്ടോ അതൊക്കെ നിസ്സാരമായി കാണുകയും ചെയ്യും, എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് തസവുഫ്. അതല്ലേ ഒരു മുത്തസവിഫായ തസവുവിന്റെ ഒരു സൂഫി പറഞ്ഞതെന്ത്? പടച്ചവനെ, ഏതെങ്കിലും ഒരു നിമിഷം നിന്നെ കുറിച്ചല്ലാത്തൊരു ചിന്ത എന്റെ മനസ്സിന്റെ അകത്തളത്തിൽ വന്നുപോയാൽ ആ നിമിഷം ഞാൻ എന്താണ് ഇസ്ലാം എന്ന് പുറത്തുപോയവനായി ഞാൻ വിധി എഴുതുന്ന, അതാണ് സൂഫിയാക്കൾ. അവരുടെ ചിന്ത അങ്ങനെയായിരിക്കും. അവിടെയൊക്കെ ബർക്കത്ത് കൊണ്ടാണ് നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ഖാല ഇമാം ഗസാലി റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഹാസിലുഹു, ഈ സൂഫീസത്തിന്റെ ഹാസില് യർജിഉ മടങ്ങുക ഇലാമിൽ ഖൽബി വൽ ജവാരിഹി, ഹൃദയത്തിന്റെയും ഹൃദയത്തിനോട് അനുയോജിച്ചുകൊണ്ടുള്ള അവയവങ്ങളുടെയും പ്രവൃത്തിയിലേക്കാണ് മടങ്ങുക. അപ്പൊ ആദ്യം ഹൃദയത്തിൽ വരും, അതിനെ തുടർന്ന് അമലുകൾ കാണും. എന്തിന്? ഹൃദയത്തിൽ അമലുണ്ട്, അതോടൊപ്പം ഹൃദയത്തിന്റെ അംഗസേനകളായ കൈകാലുകൾ, ശരീരത്തെ അവയവങ്ങൾ അതിലും കാണാൻ കഴിയും. വലിദാലിക, ഇങ്ങനെ ആയതുകൊണ്ടാണ് അമലുൽ ഖൽബ് വൽ ജവാരിഹി, ഇങ്ങനെയാണല്ലോ മടങ്ങുക എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഇഫ്തതഹൽ മുസന്നിഫ് അവറുകൾ തല തുടങ്ങിയത് തന്നെ ബി അസ്ൽ അമലി, അമലിന്റെ അടിസ്ഥാന കാര്യമായി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഖാല, അങ്ങനെ അമലിന്റെ അടിത്തറ കൊണ്ട് മഹാനവർ തുടങ്ങിയിട്ട് പറഞ്ഞു, അവ്വലുൽ വാജിബാത്തി അൽ മഅരിഫത്തു എന്നതാണ്. നിർബന്ധമായ പല കാര്യങ്ങളുണ്ടെങ്കിലും ആദ്യത്തെ നിർബന്ധമായി അറിയേണ്ട കാര്യം അൽ മഅരിഫത്തു, അറിവാണ്. എന്ന് പറഞ്ഞാൽ മഅരിഫത്തുല്ലാഹി തആല, അല്ലാഹു തആലനെ അറിയേണ്ട വിധം തന്നെ അറിയണം, അതാണ് മഅരിഫത്ത്. ആ ഒരു മഅരിഫത്താണ് ആദ്യത്തെ വാജിബ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്നഹ, അള്ളാഹിനെ കുറിച്ചുള്ള മഅരിഫത്ത് മബനിയു സായിൽ വാജിബാത്തി, മറ്റു വാജിബാത്തുകൾക്ക് എടുക്കപ്പെടാനുള്ള അടിത്തറയാണ് ഈ മഅരിഫത്ത്. ഈ മഅരിഫത്ത് ഉണ്ടെങ്കിലേ മറ്റു വാജിബാത്തുകളൊക്കെ ശരിയാവുള്ളൂ എന്ന്. ഇതില്ലാ യസിഖു ബിദൂനിഹ, മഅരിഫത്തിനെ കൂടാതെ ഒരു വാജിബും ശരിയാവില്ലല്ലോ. അള്ളാഹിനെ കുറിച്ച് അറിയാതെ എന്ത് വാജിബാത്തുകളാ? കുറെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നോമ്പൊരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞ് ചെയ്തെങ്കിൽ ഇതൊക്കെ പറ്റൂ. ബൽ, മാത്രമല്ല വല മന്ദൂബിന്, ഒരു സുന്നത്തായ കാര്യം പോലും ശരിയാവില്ല അള്ളാഹിനെ കുറിച്ചുള്ള അറിവില്ലെങ്കിൽ. വഖാൽ ഉസ്താദു അബു ഇസ്ഹാഖുൽ ഇസ്റായീനു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് മഅരിഫത്തല്ല, അന്നദുറുൽ മുഅദ്ദി ഇലൈക, മഅരിഫത്തിലേക്ക് കൂട്ടുന്നതായ ഒരു ചിന്തയുണ്ട്, അതാണ് ആദ്യം വേണ്ടത്. മഅരിഫത്ത് ഉണ്ടാവണമെങ്കിൽ ചിന്തയും ആലോചനയൊക്കെ വേണ്ട, അതാണ് നടന്നത്. കാരണം അന്നഹു നദർ എന്ന് പറയുന്നത് മുഖദ്ദിമതുഹ, മഅരിഫത്തിന്റെ മുഖദ്ദിമയാണ്. മുഖദ്ദിമ ഉണ്ടായി കഴിഞ്ഞാൽ വിഷയം ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം മുഖദ്ദിമ നടക്കട്ടെ. അപ്പൊ നദറാണ് ആദ്യം നിർബന്ധം എന്നതാണ്. അപ്പോ ഖാദി അബൂബക്കർ ബാഖില്ലാനി എന്നാ ഖാദി അബൂബക്കർ ബാഖില്ലാനി അവർ പറയുന്നതോ നദറല്ല, അവരും നദരി, നദറിന്റെ തുടക്കം ആദ്യം എന്നതാണ്. കാരണം തവക്കുഫിൻ നദറി, നദറി എന്ന് തവക്കുവായി നിൽക്കുന്നത് അല അവലി അജ്സായിഹി, ആ നദറിന് പല ജുസുക്കളുമുണ്ട്, പല അംശങ്ങളുമുണ്ട്. അതിൽ ഏതൊന്നിന്റെ മേലിലാണോ ആദ്യം നിന്നത്, ആദ്യത്തെ ഏതാ, അതിന്റെ മേലിലായിട്ടാണ് ഈ നദർ തവക്കുഫാവുക. അതുകൊണ്ടാണ് നദറിന്റെ ആദ്യം എന്ന് പറയുന്നത്. നദറല്ല, നദറിന്റെ ആദ്യമാണ് വാജിബ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും അതിലുണ്ട്. ഇബ്നു ഫൂറക്കും ഇമാമുൽ ഹറമൈനി, ഇബ്നു ഫൂറക്കും ഇമാമുൽ ഹറമൈനി രണ്ടുപേരും പറയുന്നു അൽ ഖാസിദു ഇലൻ നദരി, അവ്വൽ നദറുമല്ല, നദറുൽ മുഅദ്ദിയുമല്ല, മഅരിഫത്തുമല്ല. എന്റെ അഭിപ്രായത്തിൽ അൽ ഖാസിദു ഇലൻ നദരി, നദറിലേക്കുള്ള കരുത്ത് എന്നാ പറയുന്നത്. എന്താ കാരണം? തവഖുഫിൻ നദരി അലാ ഖാസിദിഹി, ആ നദറിനെ കുറിച്ചൊരു ചിന്ത വേണ്ടേ? ആ ചിന്തമ്പലേ നദറുണ്ടാകുള്ളൂ, ചിന്ത അല്ലാതെ നദറുണ്ടാവില്ലല്ലോ, ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഖസ്ദാണ് ആദ്യം വേണ്ടത്. അപ്പോ അവൽ വാജിബാത്തിന്റെ തർക്കം ഇവിടെ കഴിഞ്ഞു. ഇനി പറയുന്നത് വദുൻ നഫ്സിൽ ലബിയ്യ,
ദുന്നഫ്സിൽ ലബിയ്യത്ത് എന്ന് പറയുന്ന ഒരു നഫ്സുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലത്തി തഅബ ഇല്ലൽ ഉലൂവൽ ഉഖറവിയ്യ, ഉഖറവിയായിരിക്കുന്ന ഉയർന്ന സ്ഥാനമല്ലാതെ മറ്റൊന്നും ഇത് തേടില്ല, അതൊക്കെ തടുക്കും. ഉഖറവിയായ ആ മേൽമയെ അത് തടുക്കൂല, അല്ലാത്തെല്ലാം തടഞ്ഞിടും. യർബഉ ബിഹാ, അപ്പോ ആ ദുന്നഫ്സ് ഉഖറവിയായിരിക്കുന്ന ഉലുവ് കൊണ്ട് എന്താകും? ഉയരും. എന്ന് പറഞ്ഞാൽ ആ യർഫഉഹ, അപ്പോ ഈ നഫ്സുൽ ലബിയ്യത്തിനെ എന്ത് ചെയ്യും? ദുന്നഫ്സ് ഉയർത്തും. ബിൽ മുജാഹദത്തി, മുജാഹദത്ത് കൊണ്ടിട്ട് നഫ്സിനെ ദുന്നഫ്സ് ഉയർത്തിവിടും. എന്തിനെ തൊട്ടെല്ലാം? അൻസഫ്സാബിൽ ഉമൂരി, മോശമായതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളെ തൊട്ട് ശരീരത്തെ സമരം ചെയ്ത് മുജാഹദ ചെയ്ത് അധ്വാനിപ്പിച്ച് ഉയർത്തും. മധുമൂമത്തി, കുരുത്തം കെട്ട സ്വഭാവങ്ങളെ തൊട്ട്, അതാണ് താഴ്ന്നതാണ്. അത്രം താഴ്ന്ന കാര്യങ്ങളെ തൊട്ട്, താഴ്ന്ന കാര്യങ്ങൾ കുരുത്തം കെട്ട സ്വഭാവങ്ങൾ, അതിനെ തൊട്ടൊക്കെ ശരീരത്തെ മഹത്വപ്പെടുത്തി ഉയർത്തും എന്നർത്ഥം. അത് ഏതുപോലെ? കുരുത്തം കെട്ട സ്വഭാവം കൽ കിബിരി, അഹങ്കാരം, വൽ വലബി, ദേഷ്യം, വൽ ഖിദി, ഉൾപോര്, വൽ അസദി, അസൂയ, വസൂൽ ഖുൽഖി, ചീത്ത സ്വഭാവം, വഖില്ലത്തുൽ ഇഹ്തിമാലി, ക്ഷമിക്കാൻ കഴിവില്ലാതിരിക്കുക, സഹിക്കാൻ കുറവാവുക, അതൊക്കെ ചീത്ത സ്വഭാവമല്ലേ. ഇതൊന്നും ഉണ്ടാകാതെ അതിനെ തൊട്ടൊക്കെ ഉയർത്തിക്കൊണ്ട് പോവും ശരീരത്തെ. വയജ്നുബിഹ, അവകളെ കൊണ്ട് ഇലമാലിഹ, ആ ശരീരത്തിന്റെ ഉയർച്ച ഏതാണോ അതിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്താവും? ഉഖറവിയായ ഈ നേട്ടങ്ങളെ കൊണ്ട് അത് പറന്നുയരും. മിനൽ അഖ്ലാഖിൽ മഹ്മൂദ, ഏതാണ് മഅലി? സ്തുതിക്കപ്പെട്ടതായ സ്വഭാവങ്ങൾ. ഏതുപോലെ? കത്തവാളു, വിനയം, വസബരി, സഹനം, വസലാമത്തുൽ ബാത്തിനി, ഉള്ളു ശുദ്ധിയാവുക, വസുഹുദി, പ്രപഞ്ചത്യാഗി, വഹുസ്നുൽ ഖുൽഖി, സൽ സ്വഭാവം, വഗത്റത്തുൽ ഇഹ്തിമാലി, സഹിക്കാനുള്ള കൂടുതൽ സഹിക്കാനുള്ള കഴിവ്. ഫഹുവ, അപ്പോൾ ഇത് അലിയുൽ ഹിമ്മ, ഇത് അലിയുൽ ഹിമ്മത്താണ്. ഈ ദുന്നഫ്സ് അലിയുൽ ഹിമ്മത്തായി മാറും. അലിയുൽ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്നതായ മനക്കരുത്ത്, കരുത്ത് തന്നെ ഹിമ്മത്ത്, ഉയർന്ന മനക്കരുത്തായി മാറും ദുന്നഫ്സ്. ഈ ശരീരത്തിന്റെ മോശമായ സംഗതി ദനീയത്തുൽ ഹിമ്മത്ത് വരുന്നുണ്ട്, അത് പിന്നീട് പറയാം. ഈ അലിയുൽ ഹിമ്മത്ത് പിടിച്ചെടുത്തത് മൗഖൂദും മിൻ ഹദീസി ഇന്നല്ലാഹ യുഹിബ്ബുൽ മആലിയൽ ഉമൂരി വയക്റഹു സഫ്സാഫിഹാ എന്നുണ്ട്. അതിനർത്ഥം സഫ്സാഫഹ, നിശ്ചയമായും അല്ലാഹു തആല യുഹിബ്ബു മആലിയൽ ഉമൂരി, കാര്യങ്ങൾ ഉയർന്നതാണ് അല്ലാഹ് ഇഷ്ടപ്പെടുന്നത്. വയക്റഹു, അല്ലാഹു തആലക്ക് അനിഷ്ടമാണ് സഫ്സാഫഹ, കാര്യങ്ങളിൽ മോശമായത്. അപ്പൊ നല്ല സ്വഭാവങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെടും, ചീത്ത സ്വഭാവങ്ങൾ അല്ലാഹു തആല വെറുക്കും എന്നൊരു ഹദീസുണ്ട്. അതിന് പിടിച്ചെടുത്തിട്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചത്. ഇതിനൊക്കെ ഇഖ്തിസാബ് എന്ന് പറയും, ഇഖ്തിബാസ് അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ മുഖ്തസറിൽ പഠിച്ചില്ലേ. റവാഹുൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ, ഈ ഹദീസ് ശുഅബുൽ ഈമാൻ ബൈഹഖി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വതബറാനി ബിൽ കബീർ വൽ ഔസത്തി, കബീറിലും ഔസത്തിലും തബറാനി ഇമാം ഇത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. വമൻ അറഫ റബ്ബഹു, അപ്പൊ മാരിഫത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു, ദുന്നഫ്സിൽ അബിയ്യത്തിനെ കുറിച്ചും ചർച്ച ചെയ്തു. ഇനി വല്ല ഒരുത്തനും തന്നെ അതിനെ കുറിച്ച് അറിഞ്ഞാൽ, മൻ അറഫ റബ്ബഹു, മൻ അറഫ നഫ്സു അറഫ റബ്ബ എന്നല്ലേ. അപ്പൊ തന്റെ റബ്ബിനെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ, ബിമാ, ഒന്നുകൊണ്ട്, യുഅറഫു ബിഹി, ആ ഒന്നുകൊണ്ടാണ് റബ്ബിനെ അറിയപ്പെടാൻ കഴിയുക. അതെന്തിനാണ്? സിഫാത്തി, അല്ലാഹുവിന്റെ വിശേഷണങ്ങളാൽ. ദാത്തിയായിട്ട് അറിയാൻ കഴിയില്ലല്ലോ, കുൻഹുദാത്ത് ആർക്കോട് മനസ്സിലാക്കാൻ കഴിയൂല. സിഫാത്തുകളെ കൊണ്ടല്ല അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും, അതാണ് ആ പറയുന്നത്. അങ്ങനെ സിഫത്തുകളെ കൊണ്ട് അള്ളാഹിനെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ, തസവ്വറ തബ്ഈദുഹു ലിബുഇദിഹി ബിഉലാലിഹി വതഖരീബുഹു ലഹു ബിഹിദായതിഹി, എന്നാൽ എന്താക്കും? അങ്ങനെ വന്നാൽ തസവ്വറ, അത് രൂപപ്പെടുത്തി തരും. എന്തിനെ? തബ്ഈദുഹു, അവരെ ദൂരത്താക്കലിനെ. എന്ത്? അവരങ്ങ് അകറ്റും. ആ അകറ്റുന്നൊരു സംഗതിയെ അതെന്താക്കും? അള്ളാഹുവിന്റെ അറിവ് രൂപപ്പെടുത്തി തരും. എന്തുകൊണ്ട്? അള്ളാഹു തആലയെ കുറിച്ചറിയാതിരുന്നാൽ അവൻ വഴി വ്യാപിക്കലാണല്ലോ. അങ്ങനെ അവൻ വഴി തെറ്റിപ്പോവൽ കൊണ്ട് വിദൂരത്താകും. ആ വിദൂരത്തായതുകൊണ്ട് ആ വിദൂരത്തെ കുറിച്ചുള്ള സംഗതി അത് മനസ്സിലാക്കി തരും.
അല്ലാഹു തആലാന്റെ ഹിദായത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അവൻ അടുപ്പിക്കുക. ഈ അടുപ്പിക്കുന്ന കാര്യത്തെയും വൈപഴിപ്പിക്കൽ കൊണ്ട് വിദൂരത്താവുക എന്നതിനെ എന്ന സംഗതിയെക്കുറിച്ചും അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അവൻ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നു. അള്ളാഹു തആലയുടെ കൂലി അവൻ മോഹിച്ചു. അപ്പൊ റബ്ബിനെ അറിയണം, അപ്പോഴതൊക്കെ നടക്കൂ. അങ്ങനെ വന്നാലോ അള്ളാന്റെ കൽപ്പനക്ക് അവൻ ശിരസ വഹിക്കും. അള്ളാഹു തആല വിരോധിച്ച ഏതെല്ലാം കാര്യമുണ്ടോ ആ കാര്യങ്ങൾക്ക് അവൻ വിരോധന കൽപ്പിക്കും. അത് ഏതൊക്കെയാണെന്ന് ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കും. അങ്ങനെ മഅ്മൂറഹു കൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്യും. വജിതനബ മൻഹിയഹു അള്ള വിരോധിച്ച കാര്യം ദൂരീകരിക്കും. ഇങ്ങനെ വരുമ്പോൾ എന്താ അടിസ്ഥാനമായി അള്ളാഹനെ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. അതുകൊണ്ടാണ് അള്ളാഹിന്റെ ഔലിയാക്കളായതും മാരിഫത്തിന്റെ അറിവുകൊണ്ട പ്രവാചകന്മാരും ഔലിയാക്കളും ഉലമാക്കളും സാലികളും സുഹദാക്കളും ഒക്കെ വിജയിച്ചത്. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് നമുക്ക് മാരിഫത്ത് നൽകട്ടെ. അപ്പൊ മഹബുഹു മൗലാഹു, അപ്പൊ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ ഫകാന മൗലാഹു, അപ്പോൾ അള്ളയായി സംഅഹു അവന്റെ കേൾവിയായി മാറും. വബസറഹു അവന്റെ കാഴ്ചയായി മാറി. വയദുല്ലത്തി യബ്തുശു ബിഹാ അവൻ പിടിക്കുന്ന കയ്യായി അള്ളാഹു തആല മാറും. വത്തഖദഹു വലിയ അള്ളാഹു അവനെ വലിയാക്കി ഉയർത്തിക്കൊണ്ടുപോകും. ഇൻസഅലഹു അള്ളാഹുവിനോട് അവൻ ചോദിച്ചാൽ അയത്താഹു അള്ളാഹുവിന് കൊടുക്കുമെല്ലാം. അള്ളാഹുവിനോട് അവൻ അഭയം തേടിയാൽ അള്ളാഹു അവന് അഭയം നൽകും. ഈ ഒരു സ്റ്റാൻഡേർഡിലേക്ക് അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുപോകും. അതാണ് വലിയ. അല്ല അള്ളാഹു വലിയ ഇറങ്ങിയിട്ട് തഹല്ലുലാവുക എന്നർത്ഥം വെക്കരുതേ, അതില്ല. ഒക്കെ അള്ളാഹു സഹായിക്കുന്നതിന്റെ അർത്ഥം. എന്നാൽ മുസന്നിഫ് ഈ പദം ഉപയോഗിച്ചത് എവിടുന്ന ഹാദാ മൗഖൂദും മിൻ ഹദീസിൽ ബുഖാരി, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള ഹദീസിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടത്. ഇതൊക്കെ നമ്മൾ സാധാ എല്ലാവരും വയത് പറയുന്നതാണ്. വിദഗ്ധക്കാരെ ഗണ്ണിക്കുവാൻ വേണ്ടി എടുക്കുന്ന ഹദീസും കൂടിയാണ്. അവിടെയാണ് നമ്മുടെ ചർച്ച. ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. ഉസൂല് വമാ യസാലു അബിദി എന്റെ അടിമയായിക്കൊണ്ടേയിരിക്കും. യതഖറബു ഇലയ്യ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ബിന്നവാഫിലി ഐച്ഛികമായ കാര്യങ്ങളെ കൊണ്ട്. അങ്ങനെ അത്താഹിബ്ബഹു ഞാൻ അവൻ ഇഷ്ടപ്പെടും. ഫൈദാ ഹബബ്തു ഞാൻ അവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി അവൻ കേൾക്കുന്ന ചെവിയും, വബസറഹു അല്ലദീ യുബ്സിറു ബിഹി അവൻ കാണുന്ന കാഴ്ചയും, വയദഹു അല്ലതീ യബ്തിശു ബിഹാ അല്ലെങ്കിൽ യബ്തിശു രണ്ടും വായിക്കാം. വറബ യദ്രിബു എന്നാണെങ്കിൽ യബ്തിശു, നസറ യൻസുറു എന്നാണെങ്കിൽ യബ്തിശു, രണ്ട് ബാബിന് യോജിച്ചു വരുന്ന ഫീലാണത്. അങ്ങനെ അവൻ പിടിക്കുന്ന കൈയായും അവൻ നടക്കുന്ന കാലായും ഞാനായി മാറും എന്ന് പറഞ്ഞാൽ അത്ര അടുത്തുകൊണ്ട് അള്ളാഹു തആല കേൾക്കാനുള്ള ശക്തിയും കാണാനുള്ള ശക്തിയും അസാധാരണമായ അള്ളാഹുവിന് നൽകും. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അവനോട് അടുത്താളല്ലേ. അവൻ അഭയം തേടുകയാണെങ്കിൽ നിശ്ചയം ഞാൻ അവൻ അഭയം നൽകും. ഇങ്ങനെയാണ് ഈ വിഷയം. ഇതൊക്കെ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. വൽ മുറാദു അന്നല്ലാഹ തആല. അപ്പൊ കിതാബുകൾ കാണാം വലിയ എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് അറിഞ്ഞവൻ. ആ അറിവാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞ ഉസൂല്. എന്നാൽ ഈ ഹദീസ് എന്ന് പറഞ്ഞ് നമുക്ക് എന്തുദ്ദേശിക്കപ്പെടാം, വിവക്ഷിക്കപ്പെടാം. അന്നല്ലാഹു തആല യതവല്ല മഹബൂബഹു അള്ളാഹു ഇഷ്ടപ്പെട്ട ആളെ അള്ളാഹു തആല ഏറ്റെടുത്തു. ഫി ജമീഇ അഹ്വാലിഹി അവന്റെ സർവ്വ അവസ്ഥകളിലും ഏറ്റെടുത്തു. അങ്ങനെ വരുമ്പോൾ ഫഹറകാതുഹു ഈ മഹബൂബിന്റെ ചലനങ്ങൾ, സകനാത്തു അവന്റെ അടക്കങ്ങൾ, ബി തആല എല്ലാ അല്ലാഹുവിനെ കൊണ്ട് മാത്രമാണ്. ഏതുപോലെ കമ അന്ന അബവയ്യത്തുഫിലെ കുട്ടിയുടെ മാതാപിതാക്കൾ ലി മഹബ്ബത്തിഹിമാ ലഹു കുട്ടിയോട് അവർ ഇഷ്ടം വെച്ചതിന് വേണ്ടി, അല്ലത്തി അസ്കനഹല്ലാഹു ബി ഖുലൂബിഹിമാ എങ്ങനത്തെ ഇഷ്ടം അള്ളാഹു ഈ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ അള്ളാഹു തആല അത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ആ ഇഷ്ടം ഇല്ലാത്തവരാണ് കുഞ്ഞു പൈതങ്ങളെ തല്ലിക്കൊല്ലുന്നതും കുത്തിക്കൊല്ലുന്നതും വലിച്ചെറിയുന്നതൊക്കെ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇഷ്ടം നൽകിയവരെ ചെയ്യില്ല. അവ ഇഷ്ടം നൽകിയ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ അള്ളാഹു തആല മഹബത്ത് ഇട്ടുകൊടുത്തു, സമാധാനിപ്പിച്ചു. അങ്ങനെ മഹബത്ത് കുട്ടിയോട് വന്നു. ആ കുട്ടിയോട് കാണിക്കുന്ന മഹബത്തിന് വേണ്ടി മാതാപിതാക്കൾ എന്ത് ചെയ്യും? യതവല്ലയാനി ജമിഅ ഹവാലിഹി ആ കുട്ടിന്റെ എല്ലാ അവസ്ഥകളും ഈ മാതാപിതാക്കൾ ഏറ്റെടുത്തു. അങ്ങനെ വരുമ്പോൾ വലായകുലു
ആ കുട്ടി ഭക്ഷിക്കൂല ഇല്ലാ ബിയദി അഹദിഹിമാ, ഉമ്മയുടെയോ ഉപ്പയുടെയോ കൈ കൊണ്ടല്ലാതെ ഉമ്മയോ ഉപ്പയോ വാരിക്കൊടുക്കണം, കോരിക്കൊടുക്കണം, അപ്പോഴേ കുട്ടി തിന്നു. വലാ യംശി ഇല്ലാ ബിരിജ്ലിഹി ഇലാ ഗൈരി ദാലിക, ആ കുട്ടി കുട്ടിന്റെ ഉമ്മയുടെ വാപ്പയുടെ കാല് കൊണ്ടല്ലാതെ മറ്റൊന്നിലേക്ക് നടന്നു പോവുകയില്ല. അത്രത്തോളം ഇഷ്ടപ്പെടൂല കുട്ടിയോട്. ആ കുട്ടിയോട് ഇഷ്ടപ്പെട്ട ആ കുട്ടിയെ നടത്തുന്നതും ഭക്ഷണം കൊടുക്കുന്ന ആരാ? ഉമ്മയും വാപ്പയല്ലേ. അതിന് നമുക്ക് എന്ത് മനസ്സിലായി? കുട്ടിയോട് തിന്നുന്നുണ്ട്, സഹായന്മാരാ ഉമ്മയും വാപ്പയല്ലേ. എന്നതുപോലെ അള്ളാഹു നമ്മുടെ അടുത്തിട്ട് ഇഷ്ടം വെച്ചിട്ട് നമ്മൾ അള്ളാഹുടെ അടുത്താൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം പ്രവർത്തിയുണ്ടോ അതപ്പോൾ അള്ളാഹുത്തല വേഗത്തിൽ തന്ന് അമാനുഷിക കഴിവായി ഒരു അസാധാരണ സംഭവമായി വലിയ നൽകും. ഇനി നോക്കൂ, ഫിൽ ഹദീസ്, ഹദീസിൽ കാണാം, അല്ലാഹുമ്മ കിലാഅത്തൻ കിലാഅത്തിൽ വലീദ്, ചെറിയ കുട്ടിയെ സൂക്ഷിക്കും പോലെ കാക്കും പോലെ അല്ലാഹുവേ കാവലും സൂക്ഷിപ്പും വേണം. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചർച്ച. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ദനിഉൽ ഹിമ്മ, ഇപ്പോ അലിയുൽ ഹിമ്മത്താ ചർച്ച ചെയ്തത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അത് ചർച്ച ചെയ്യാം. ഇത്രയും ചെയ്തതൊക്കെ അള്ളാഹു നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ദുആ വസിയത്തോടുകൂടെ ഈ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.